ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഹയർ പർച്ചേസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഹയർ പർച്ചേസിനകത്ത് വരുന്ന ഹയർ വെണ്ടറിൻ്റെ ഒരു റൈറ്റ് ആണ് ഹയർ വെണ്ടറിൻ്റെ. ദാറ്റ് മീൻസ് ഹയർ പർച്ചേസർ ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ്സ് ചെയ്തില്ലെങ്കിൽ, ദാറ്റ് മീൻസ് പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഹയർ വെണ്ടർക്ക് ഹയർ പർച്ചേസർക്ക് കൊടുത്തിരിക്കുന്ന അസറ്റിനെ തിരിച്ചെടുത്തുകൊണ്ട് വരാം. ഇറ്റ്സ് കോൾഡ് എ റീപൊസിഷൻ. ഓക്കെ, വൺസ് അഗൈൻ ഹയർ പർച്ചേസർ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇൻസ്റ്റാൾമെൻറ്റ് ആർക്ക് കൊടുത്തേ പറ്റൂ? ഹയർ വെണ്ടർക്ക് കൊടുത്തേ പറ്റൂ. അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഹയർ പർച്ചേസർ ഹയർ വെണ്ടർക്ക് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹയർ വെണ്ടർക്ക് ഹയർ പർച്ചേസറുടെ കയ്യിൽ നിന്ന് ആ അസറ്റ് എടുത്തുകൊണ്ട് വരാം, തിരിച്ചെടുത്തുകൊണ്ട് വരാം. ഇറ്റ്സ് കോൾഡ് റീപൊസിഷൻ. മനസ്സിലായോ? ഇപ്പോൾ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം. ഓക്കെ, ഞാൻ ഹയർ വെണ്ടറും നിങ്ങൾ ഹയർ പർച്ചേസറുമാണെന്ന് വിചാരിക്കുക താൽക്കാലികമായിട്ട്. ഇങ്ങനെ റീപൊസിഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നോക്കണേ. സോ ഞാൻ ഹയർ വെണ്ടറും നിങ്ങൾ ഹയർ പർച്ചേസറുമാണ്. 1,00,000 രൂപയുടെ അസറ്റാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്, 1,00,000 റുപ്പീസിൻ്റെ അസറ്റ്. ഓക്കെ, ഞാൻ ബാക്കി ഇൻട്രസ്റ്റിനെ കുറിച്ചോ ക്യാഷ് പ്രൈസിനെ കുറിച്ചോ വേറെ ഒന്നിനെ കുറിച്ചും പറയുന്നില്ല. ഒരു കുഞ്ഞ് എക്സാമ്പിൾ, ഒരു ചെറിയൊരു എക്സാമ്പിളാണ് പറയണേ. ഇതിനകത്ത് 20,000 രൂപ നിങ്ങൾ എനിക്ക് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് തന്നു, ബാക്കി 80,000 രൂപ തരാനാണ്. ഞാൻ പറഞ്ഞത് 20,000 രൂപയുടെ 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നിങ്ങൾ എനിക്ക് എമൗണ്ട് തന്നാൽ മതി. വൺസ് അഗൈൻ 20,000 രൂപയുടെ 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നിങ്ങൾ എനിക്ക് എമൗണ്ട് തന്നാൽ മതി. നിങ്ങൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് അടച്ചു, ബാലൻസ് 60,000 വരും. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് അടച്ചു, ബാലൻസ് 40,000 റുപ്പീസ് വരും. മനസ്സിലായി? സോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാൾമെൻ്റ് ഒന്നും അടയ്ക്കുന്നില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ പിന്നീട് എനിക്ക് ഇൻസ്റ്റാൾമെൻ്റ് ഒന്നും തരുന്നില്ല, പേ ചെയ്യുന്നില്ല. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളുടെ കൈവശമുള്ള അസറ്റിനെ തിരിച്ചിങ്ങോട്ട് എടുത്തുകൊണ്ട് വരാം. മനസ്സിലായി? ഇതിനെയാണ് നമ്മൾ റീപൊസിഷൻ എന്ന് പറയുന്നത്. ഈ റീപൊസിഷൻ ചെയ്യുന്നത് 2 രീതിയിലാണ്. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ദ കംപ്ലീറ്റ് റീപൊസിഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് ദ പാർഷ്യൽ റീപൊസിഷൻ. പാർഷ്യൽ റീപൊസിഷൻ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ വീഡിയോക്കകത്ത് എന്താണ് കംപ്ലീറ്റ് റീപൊസിഷൻ, ആ റീപൊസിഷൻ ചെയ്യുന്നതിനടുത്ത് ഹയർ വെണ്ടറിൻ്റെ ബുക്സിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്, ഹയർ പർച്ചേസറിൻ്റെ ബുക്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പറയാം. സോ നിങ്ങളുടെ ഭാഗത്തൊന്ന് ചിന്തിച്ച് നോക്കി, എന്നെ വിട്ടേക്ക്, ഹയർ വെണ്ടറിനെ വിട്ടേക്ക്, ഹയർ പർച്ചേസറിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കി. ഒരു അസറ്റ് വാങ്ങിക്കുന്ന നേരത്ത് നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നത് എന്താ? അസറ്റ് അക്കൗണ്ട് അറ്റർ അല്ലേ, ടു ഹയർ വെണ്ടർ. അതല്ലേ നമ്മുടെ ആദ്യത്തെ ജേണൽ എൻട്രി. ഞാൻ പറയുന്നത് നിങ്ങളെ കുറിച്ച് മാത്രമാണ്. ദാറ്റ് മീൻസ് ഹയർ പർച്ചേസറിനെ കുറിച്ച് മാത്രമാണ്. ഒരു അസറ്റ് വാങ്ങിക്കാൻ നേരത്ത് നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ട് അറ്റർ ടു ഹയർ വെണ്ടർ അക്കൗണ്ട് അല്ലേ. ദാറ്റ് മീൻസ് ഇത് ഡെബിറ്റ് ബാലൻസ് വരും, ഇത് ക്രെഡിറ്റ് ബാലൻസ് വരും. ബാലൻസ് ഷീറ്റിനെ വെച്ച് നോക്കുന്ന നേരത്ത് ബാലൻസ് ഷീറ്റിനകത്ത് ഒരെണ്ണം ലൈബിലിറ്റി ആയിട്ടും വേറൊരെണ്ണം അസറ്റ് ആയിട്ടും കിടക്കും. ആണല്ലോ, ഒരെണ്ണം ലൈബിലിറ്റി ആയിട്ടും കിടക്കും, വേറൊരെണ്ണം അസറ്റ് ആയിട്ടും കിടക്കും. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവണോ നിങ്ങൾക്ക്? ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലൈബിലിറ്റിനെയും ഈ അസറ്റിനെയും നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുക. മനസ്സിലായി? അതായത് ഇങ്ങനെ റീപൊസിഷൻ ചെയ്യുന്ന നേരത്ത് ഹയർ വെണ്ടർക്ക് കൊടുക്കാനുള്ളതിന് പകരം ഹയർ വെണ്ടർക്ക് ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് ഹയർ വെണ്ടറിന്റെ ബാലൻസ് എത്രയാണ്? ഹയർ വെണ്ടറിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 40,000 റുപ്പീസും കൂടെ വരും അല്ലെ. അതായത് ബാലൻസ് ഷീറ്റിനകത്ത് ലൈബിലിറ്റി സൈഡിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലൈബിലിറ്റി ആയിട്ട് എത്രയും കൂടെ കിടപ്പുണ്ടാവും? 40,000 കൂടെ കിടപ്പുണ്ടാവും. പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി? സോ നോക്കി, ഇവിടെ ഹയർ വെണ്ടർ എന്ന് പറഞ്ഞ ലൈബിലിറ്റി സൈഡിൽ നമുക്കൊരു 40,000 റുപ്പീസ് കാണിക്കാം. അസറ്റിന്റെ വാല്യൂ എത്രയാണ്? ഇവിടെ നോക്കി, നമ്മൾ അസറ്റ് വാങ്ങിക്കുന്നത് 1,00,000 രൂപയ്ക്കാണ്. പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇല്ലുസ്ട്രേഷന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയണേ. ഞാൻ ബാക്കി ഒന്നിനെ കുറിച്ച് പറയുന്നില്ല കേട്ടോ. ക്യാഷ് പ്രൈസ് എത്രയാണ്, ഹയർ പർച്ചേസ് എത്രയാണ്, ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എത്രയാണ്, ഒന്നും വേണ്ട. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയാൽ മാത്രം മതി. ഓക്കെ, അസറ്റിന്റെ വാല്യൂ 1,00,000 രൂപയാണ്. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നിങ്ങൾ എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇൻസ്റ്റാൾമെന്റ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിലും തന്നിട്ടുണ്ട്, സെക്കൻഡ് ഇയറിലും തന്നിട്ടുണ്ട്. മനസ്സിലായി? നിങ്ങൾ 2 വർഷവും 25,000 രൂപ വെച്ച് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, 25,000 ഈച്ച്. സോ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ അസറ്റിന്റെ വാല്യൂ 75,000 ആവും. സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ അസറ്റിന്റെ വാല്യൂ 50,000 റുപ്പീസ് ആവും. ഞാൻ പറയുന്നത് മനസ്സിലാവണ്ടല്ലോ നിങ്ങൾക്ക്? ഓക്കെ, അതായത്
സെക്കൻഡ് ഇയർ 2 വർഷം കഴിയുമ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സിന് 40,000 രൂപ അല്ലെങ്കിൽ നമ്മുടെ ഹയർ വെണ്ടർക്ക് 40,000 രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കാണിക്കും. നിങ്ങൾ ഹയർ പർച്ചേസറാണ്, നിങ്ങൾ അത്രയും രൂപ കൊടുക്കാനായിട്ട് കാണിക്കും. നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ തന്നെ അസറ്റിന്റെ എമൗണ്ട് ആയിട്ട് എത്ര വരും? 25,000 രൂപ വെച്ചിട്ടാണ് നിങ്ങൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതെങ്കിൽ 2 ടേമിലെ ഡിപ്രീസിയേഷൻ 25,000 ഈച്ച്. ഇപ്പം ബാലൻസ് 50,000 റുപ്പീസ് വരും. മനസ്സിലായോ? സോ നോക്കി, ഇതേ ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റ് സൈഡിനകത്ത് നിങ്ങൾക്ക് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് എത്ര രൂപ വരും? 50,000 റുപ്പീസ് വരും. ഇതാണ് സിറ്റുവേഷൻ. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, എനിക്ക് ഇത്രയും ഇൻസ്റ്റാൾമെൻറ്റ് തന്നു, ഇനി എനിക്ക് 40,000 കൂടെ നിങ്ങൾ തരാനുണ്ട്. 1 ലക്ഷം രൂപ അസറ്റിന് 2 വർഷങ്ങളിലായിട്ട് 50,000 രൂപ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. 50,000 രൂപ അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. ഇനി എനിക്ക് തരാനുള്ള 40,000 നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റ് ഇനി എനിക്ക് പേ ചെയ്യുന്നേ ഇല്ല. മനസ്സിലായി? സോ ഹയർ പർച്ചേസറിന്റെ ബുക്കിനകത്താണെങ്കിലും ഹയർ വെണ്ടറിന്റെ ബുക്കിനകത്താണെങ്കിലും ഈ 2 വർഷത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ജേണൽ എൻട്രി പോലെ തന്നെയാണ്. ഒരു വ്യത്യാസവും, ഒരു തരത്തിലുള്ള വ്യത്യാസവും. ഇനി ഹയർ പർച്ചേസറിന്റെ ബുക്കിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാവോ? ഒരു ജേണൽ എൻട്രി എഴുതി ഈ ഹയർ വെണ്ടറിനെയും അസറ്റിനെയും ഇല്ലാതെയാക്കും. കാരണം എന്താ? ഹയർ വെണ്ടർക്ക് കൊടുക്കാൻ 40,000 ഇല്ല. അങ്ങനെ 40,000 ഇല്ലാത്ത പക്ഷം അങ്ങേര് നമ്മുടെ അസറ്റ് എടുത്തുകൊണ്ട് പോയി. നമ്മുടെ അസറ്റിന് ഇപ്പൊ ബുക്ക് വാല്യൂ എത്രയാണ്? 50,000 രൂപയാണ്. ആണോ? നമ്മുടെ ബുക്കിൽ കിടക്കുന്ന 50,000 രൂപയുള്ള അസറ്റ് ഹയർ വെണ്ടർ എടുത്തുകൊണ്ട് പോയി. എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവന് കൊടുക്കാൻ നമ്മൾ എത്ര രൂപ മാത്രമേ ബാക്കിയുള്ളൂ? 40,000 രൂപ മാത്രമേ ബാക്കിയുള്ളൂ. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഇത് രണ്ടും കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. നമുക്ക് ലോസ് ആണെങ്കിലോ പ്രോഫിറ്റ് ആണെങ്കിലോ നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നു. നമുക്ക് ഇതിനകത്ത് ഈ പറഞ്ഞതിനകത്ത് നമുക്ക് എന്തായാലും ലോസാണ് അല്ലേ? 40,000 രൂപ കൊടുക്കാനുള്ളവൻ 50,000 രൂപ അസറ്റ് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ലോസ് തന്നെയാണ് പറഞ്ഞത്. സോ ഇതാണ് ഹയർ പർച്ചേസറിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത്. വൺസ് അഗൈൻ പറഞ്ഞ കാര്യം, അപ് ടു ദ ഡേറ്റ് ഓഫ് ഡിഫോൾട്ട് നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യാത്ത പക്ഷം അത്രയും നാളെ എഴുതുന്ന ജേണൽ എൻട്രി ഹയർ പർച്ചേസറിന്റെയും ഹയർ വെണ്ടറിന്റെയും നമ്മൾ നേരത്തെ പഠിച്ച വീഡിയോസിൽ ഉള്ളതുപോലെ തന്നെയാണ്, നോ ഡൗട്ട്. ഇനി എന്നാണോ നിങ്ങൾ ഡിഫോൾട്ട് വരുത്തുന്നത്, ഇനി നിങ്ങൾക്ക് അസറ്റ് വാങ്ങിച്ച വകയിൽ ഹയർ വെണ്ടർക്ക് പൈസ കൊടുക്കാനൊന്നുമില്ല എന്ന് വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്ലോസ് എൻട്രി എഴുതി ഇവരെ രണ്ടുപേരും അങ്ങ് ക്യാൻസൽ ചെയ്യാം. ഹയർ വെണ്ടറിനെയും ക്യാൻസൽ ചെയ്യാം, അസറ്റിനെയും ക്യാൻസൽ ചെയ്യാം. മനസ്സിലായി? നേരെ തിരിച്ച് എന്നോട് ഒരു സംശയം ചോദിക്കരുത്, ഇത് 50ഉം ഇത് 40ഉം അല്ലേന്ന്. നമ്മൾ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണേ? നിങ്ങൾ കാശ് തരാനുള്ള എനിക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്, അതോ നിങ്ങളുടെ ബുക്കിനകത്ത് എഴുതി 50,000 രൂപയ്ക്കാണോ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണേ? ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, ഞാൻ ഈ അസറ്റ് എടുത്തു വരാൻ നേരത്ത് അസറ്റ് എടുത്തുകൊണ്ട് വരാൻ സാധാരണ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ട് ആട്ടോ, സാറ് അസറ്റ് എടുത്തുകൊണ്ട് വെക്കോ, അല്ലെങ്കിൽ ഹയർ വെണ്ടർ അസറ്റ് എടുത്തുകൊണ്ട് വെക്കോട്ടോ, ഒരു 10,000 രൂപ കൂടെ തന്നാൽ മതി. അങ്ങനെയും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കി. ചുമ്മാ അങ്ങനെയും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങൾ തർക്കിക്കണേ, എൻ്റെ ബുക്കിനകത്ത് അസറ്റിൻ്റെ വാല്യൂ 50,000 രൂപയുണ്ട്, നിങ്ങൾക്ക് ഞാൻ 40,000 രൂപയല്ലേ തരാനുള്ളൂ, നിങ്ങൾ ഈ 40,000 രൂപയ്ക്ക് എൻ്റെ അസറ്റ് എടുത്തുകൊണ്ട് വെക്കോ, പക്ഷേ എനിക്കൊരു 10,000 രൂപ കൂടെ നിങ്ങൾ തരണം. അതെങ്ങനെ ശരിയാവണേ? സോ അങ്ങനെ ഒന്ന് തിരിച്ച് ചിന്തിക്കരുത്. നമ്മളാണ് ഡിഫോൾട്ട് വരുത്തിയത്, അല്ലെങ്കിൽ ഹയർ പർച്ചേസറാണ് ഡിഫോൾട്ട് വരുത്തിയത്. സോ ഹയർ വെണ്ടർക്ക് എന്തെടുത്തുകൊണ്ട് പോകാനുള്ള അധികാരമുണ്ട്? ഈ പറയുന്ന അസറ്റ് തിരിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള അധികാരമുണ്ട്. മനസ്സിലായി? അവിടെ നിങ്ങൾ എത്ര ശതമാനമാണ് ഡിപ്രീസിയേഷൻ ചെയ്തതെന്നോ അല്ലെങ്കിൽ എത്രയാണ് ഇപ്പോൾ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്നോ ഒന്നും പുള്ളിക്കാരൻ അറിയണ്ട. 40,000 രൂപ തരാനുണ്ട്, സോ ഉള്ള അസറ്റ് എടുത്തുകൊണ്ട് പോകും. ഇതുവരെ അടച്ച പൈസയൊന്നും പുള്ളിക്കാരൻ തിരിച്ചു തരത്തുമില്ല. മനസ്സിലായി? അസറ്റ് എടുത്തുകൊണ്ട് പോവാണ്, സോ എന്തെങ്കിലും തരണേ, നമ്മൾ ഇത്രയും 60,000 രൂപ അടച്ചതല്ലേ, ആ പരിപാടി ഒന്നുമില്ല. ഇത്രയും അടച്ച നാൾ അല്ലെങ്കിൽ ഇത്രയും നാൾ അടച്ച പൈസ ഒന്നും തിരിച്ചു തരത്തൊന്നുമില്ല, ആ അസറ്റ് അങ്ങനെ എടുത്തുകൊണ്ട് പോകും. സോ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹയർ വെണ്ടർക്ക് ആയതുകൊണ്ട് നമുക്ക് ലോസ് എത്ര വന്നേ പറ്റൂ? 50,000 രൂപയുടെ ലോസ് വന്നേ പറ്റൂ. മനസ്സിലായി? സോ നമുക്ക് ജേണൽ എൻട്രീസ് നോക്കുന്ന നേരത്ത് നോക്കി, നിങ്ങളുടെ ബുക്കിനകത്ത് ഹയർ പർച്ചേസറിന്റെ ബുക്കിനകത്ത് നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഹയർ വെണ്ടർ അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ് അക്കൗണ്ട്. ഹയർ വെണ്ടറിനെയും ഏതിനെയും ക്യാൻസൽ ചെയ്തു? അസറ്റിനെയും ക്യാൻസൽ ചെയ്തു. അസറ്റിന്റെ വാല്യൂ എത്രയായിരുന്നു? 40,000 രൂപയായിരുന്നു അല്ലേ? ഇവിടെ നമ്മൾ എത്രമാത്രം അസറ്റിന്റെ വാല്യൂ 50,000 രൂപയായിരുന്നു. ഇവിടെ നമ്മൾ 40,000 രൂപ മാത്രമേ ക്യാൻസൽ ചെയ്തിട്ടുള്ളൂ. സോ 10,000 രൂപ നമ്മുടെ ലോസ് ആയിരിക്കും. ആ ലോസിനെ നമുക്ക് എവിടെ കൊണ്ട് ചാർജ് ചെയ്യാം? പി ആൻഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ് അക്കൗണ്ട് 10,000. മനസ്സിലായല്ലോ? ചെയ്ത ട്രീറ്റ്മെന്റ് മനസ്സിലായല്ലോ? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഹയർ പർച്ചേസറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഇത്രേ ഉള്ളൂ, നോ ഇഷ്യൂസ്.
സോ പറഞ്ഞ കാര്യം നിങ്ങളുടെ മൈൻഡിൽ കൺഫ്യൂസ് ആവാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഇതാണ്. ഇത്രയും രൂപ അടച്ചതല്ലേ, ആ പൈസ തിരിച്ചു തരണ്ടേ എന്ന് ചോദിക്കരുത്. ഹയർ വെണ്ടർക്ക് ഓപ്ഷൻ ഉണ്ട്, പൈസ തിരിച്ചു കൊടുക്കാതെ തന്നെ നിങ്ങൾ പേയ്മെന്റ് ഡിഫോൾട്ട് വരുത്തിയാൽ അസറ്റ് എടുത്തുകൊണ്ട് പോവാൻ. നമ്പർ 1. നമ്പർ 2, ഓക്കെ, അസറ്റിന്റെ വാല്യൂവിനേക്കാൾ കുറവല്ലേ വെണ്ടറിന്റെ വാല്യൂ. സോ വെണ്ടർ ഒരു 10,000 രൂപ കൂടെ തന്നോണ്ട് അസറ്റ് എടുത്തുകൊണ്ട് പൊക്കോട്ടെ എന്നും ചിന്തിക്കരുത്. ഡിഫോൾട്ട് വരുത്തിയത് നീങ്ങാണ്. മനസ്സിലായി? ആൻഡ് നമ്പർ 3, ഈ പറയുന്ന പോലെ അസറ്റിനെയും വെണ്ടറിനെയും ക്യാൻസൽ ചെയ്യുന്നു. അസറ്റിന് വില കുറവാണെങ്കിൽ തീർച്ചയായിട്ടും കുറവായിരിക്കും. മനസ്സിലായി? അത് നമ്മൾ ഏതിനകത്തോണ്ട് ചാർജ് ചെയ്യും? P&L അക്കൗണ്ടിനകത്തോട്ട് കൊണ്ട് ചാർജ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ആരുടെ ബുക്സിനകത്തുള്ള ജേണൽ എൻട്രി? ഹയർ പർച്ചേസറിന്റെ ബുക്സിനകത്തുള്ള ജേണൽ എൻട്രി. ഇനി ഹയർ വെണ്ടർ ആയിട്ടുള്ള ഞാൻ, നിങ്ങൾ എത്ര രൂപയാണ് നിങ്ങളുടെ ബുക്കിന്റെ ബാലൻസ് ഒന്നും എനിക്കറിയേണ്ട കാര്യമേ ഇല്ല. മനസ്സിലായി? എത്ര രൂപയാണ് എന്നൊന്നും എനിക്കറിയേണ്ട. അതായത് അസറ്റിന് നിങ്ങൾ ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത് 50,000 രൂപയാണ് അല്ലെ. നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് നിങ്ങളുടെ അടുത്ത് ഞാനല്ല പറഞ്ഞ 25,000 രൂപ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ, നിങ്ങളാണ് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളാണ് ചെയ്തത്. സോ അസറ്റിന് ഇപ്പോൾ എത്ര രൂപ കിട്ടിയെന്നൊന്നും എനിക്കറിയണ്ട. എനിക്കറിയേണ്ട എന്താ, നിങ്ങൾ എനിക്ക് 40,000 രൂപ തരാനുണ്ടായിരുന്നു, ആണോ? ആ 40,000-ന് പകരമായിട്ട് എനിക്കിപ്പോൾ എന്ത് കിട്ടി? അസറ്റ് കിട്ടി. സോ എൻ്റെ ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റ് സൈഡിനകത്ത് നിങ്ങൾ എനിക്ക് 40,000 രൂപ തരാനുള്ളതായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഹയർ പർച്ചേസർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അസറ്റ് സൈഡിൽ കാണിക്കില്ലേ? ഞാൻ ഹയർ വെണ്ടർ അല്ലേ, എനിക്ക് നിങ്ങൾ തരാനുള്ളതല്ലേ. ആ എമൗണ്ട് തീർച്ചയായിട്ടും എൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് കിടപ്പുണ്ടാവും. സോ ഇവിടെ അങ്ങനെ ഒരു സാധനം ഇല്ലാതെയാവും. ദാറ്റ് മീൻസ് ഏതില്ല, ഇനി നിങ്ങൾ എനിക്ക് പൈസ തരില്ല, അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ എനിക്ക് പൈസ തരണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. സോ അവിടെ പകരം എനിക്ക് കിട്ടുന്നത് ഒരു അസറ്റാണ്. സോ സാധാരണ രീതിയിൽ ജേണൽ എൻട്രി വരുമ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു നോക്കി, എനിക്ക് അസറ്റാണ് കിട്ടണേ അല്ലെ, നിങ്ങൾ എനിക്ക് തരാനുള്ള പൈസയ്ക്ക് പകരം എനിക്ക് അസറ്റ് ആണ് കിട്ടണേ. സോ ജേണൽ എൻട്രി എന്ത് വരും? അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. നിങ്ങൾ എനിക്ക് എത്ര തരാനുള്ളേ? 40,000 രൂപയാണ് തരാനുള്ളത്. ആ 40,000 രൂപ തരാനുള്ളതായിട്ട് ഞാൻ എഴുതി വയ്ക്കും. മനസ്സിലായി? ഒരു ചെറിയൊരു വ്യത്യാസം കൂടെ ഉള്ളൂ. ഇത് ഞാൻ എൻ്റെ അസറ്റ് അക്കൗണ്ടിലോട്ടല്ല കൊണ്ടുപോണേ, പകരം ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. അതായത് ഇങ്ങനെ ഗുഡ്സ് റീപ്രോസസ് ചെയ്തത് അസറ്റായിട്ടല്ല ട്രീറ്റ് ചെയ്യണേ, പകരം അതിനെ നമ്മൾ ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിലോട്ട് മാറ്റും. ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട്, അതിനകത്ത് 40,000 രൂപ വരും. അതൊരിക്കലും എൻ്റെ അസറ്റ് അല്ല. നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അസറ്റ് ഞാൻ തിരിച്ചെടുത്തുകൊണ്ട് വന്നു, അതെനിക്ക് ഒരിക്കലും ഒരു അസറ്റ് അല്ല. സോ ഹയർ വെണ്ടറിന്റെ ബുക്കിനകത്ത് നിങ്ങളുടെ അല്ലെങ്കിൽ ഹയർ വെണ്ടറിന്റെ അസറ്റ് ക്യാൻസൽ ചെയ്യണം. മനസ്സിലായി? നിങ്ങൾ എനിക്ക് 40,000 റുപ്പീസ് തരാണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അസറ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും, അത് ക്യാൻസൽ ചെയ്യണം. അതിന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു നിങ്ങളുടെ ഹയർ പർച്ചേസർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റില്ല, അതൊരിക്കലും എൻ്റെ അസറ്റ് അല്ല. സോ അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ പർച്ചേസർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് 40,000 റുപ്പീസ് കാണിക്കുന്നു. മനസ്സിലായോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഈ അസറ്റ് ചുമ്മാ എൻ്റെ കയ്യിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, സോ എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും റിപ്പയേഴ്സോ ഡാമേജോ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ആ അസറ്റിൻ്റെ റിപ്പയറും ഡാമേജോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അതായത് വീണ്ടും റീസെയിലബിൾ കണ്ടീഷനിലോട്ട് കൊണ്ടുവരുന്നു. നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അസറ്റാണ്, എനിക്ക് അങ്ങനെ തന്നെ മാർക്കറ്റിനകത്തോട്ട് സെയിൽ ചെയ്യാൻ പറ്റില്ല. പറ്റുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എഴുതാൻ പോകുന്ന ജേണൽ എൻട്രി വേണ്ട. ഇനി അങ്ങനെ പറ്റിയില്ല എന്ന് വിചാരിക്കുക. സോ അവിടെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട് വീണ്ടും അതിനെ റിപ്പയർ ചെയ്യുന്നു, റിനോവേറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ വരുന്ന നേരത്ത് നമ്മൾ എന്ത് ജേണൽ എൻട്രി ചെയ്തു? ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഒരു 5,000 രൂപയാണ് സ്പെൻഡ് ചെയ്തിരിക്കണമെന്ന് വിചാരിക്കാം. ഒരു 5,000 റുപ്പീസും കൂടെ നമ്മൾ മുടക്കി. 5,000. മനസ്സിലായോ? സോ ഇപ്പൊ അസറ്റ് ഏതിലോട്ട് വന്നു? പഴയ കണ്ടീഷനിലോട്ട് വന്നു. ഇനി അസറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? സെയിൽ ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലായോ? സോ നിങ്ങളിൽ നിന്ന് എടുത്തപ്പം ഞാൻ ആ 40,000 ക്യാൻസൽ ചെയ്തു. അത് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അഡീഷണലി പൈസ മുടക്കിയത് കൊണ്ട് ഞാൻ 5,000 കൂടെ അതിനകത്ത് ജോയിൻ ചെയ്തു. ഇപ്പോൾ ഗുഡ്സ് റീപ്രോസസ്ഡിൽ എത്ര രൂപ കിടപ്പുണ്ട്? 45,000 രൂപ ഗുഡ്സ് റീപ്രോസസ്ഡിൽ കിടപ്പുണ്ട്. ഇത് ഞാനൊരു 47,000 രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പോവാം. അതായത് ആ അസറ്റിന് പുതിയ ആവശ്യക്കാർ വന്നു. സോ ഞാൻ ആ അസറ്റ് സെയിൽ ചെയ്യാൻ പോവാ. ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട്.
47,000. മനസ്സിലായോ? 47,000. സോ നോക്കി, ഇപ്പോഴും ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ടിനകത്ത് 40,000 ആണ് റീപ്രോസസ് ചെയ്തേ, 5,000 അഡീഷണൽ ആയിട്ട് മുടക്കി, അപ്പോൾ 45,000 വന്നു. ഇത് നമ്മൾ എത്ര രൂപയ്ക്കാണ് വിൽക്കണേ? ഇത് എത്ര രൂപയ്ക്കാണ് നിൽക്കണേ? 47,000 റുപ്പീസിനാണ് വിൽക്കണേ. സോ അപ്പോഴും നമുക്ക് നോക്കി, ഇവിടെ 45 ആണ് ഡെബിറ്റ് ബാലൻസ് പറഞ്ഞേ, അല്ലേ? 40 + 5 45 ആണ് ഡെബിറ്റ് ബാലൻസ് പറഞ്ഞേ. ഇവിടെ ഗുഡ്സ് റീപ്രോസസ്ഡിലോട്ട് നമ്മൾ എത്ര മാറ്റിയിട്ടുണ്ട്? 47 മാറ്റിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അഡീഷണലി ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു P&L അക്കൗണ്ട് എത്ര വരും? 2,000 റുപ്പീസ് വരും. അത് 2 രൂപ, അല്ലെങ്കിൽ ആ 2,000 റുപ്പീസ് എന്ന് പറയുന്നത് നമ്മുടെ ലാഭമാണ്. ആ ലാഭത്തിനെ നമ്മൾ ഏതിലോട്ട് മാറ്റി? ഗുഡ്സ് റീപ്രോസസ്ഡിലോട്ട് മാറ്റി. ചെയ്താൽ മനസ്സിലായോ? ചെയ്ത കാര്യം മനസ്സിലായല്ലോ. സോ അപ് ടു ദ ഡേറ്റ് ഓഫ് ഡിഫോൾട്ട്. ഇനിയിപ്പോൾ ഇത് ലോസ് ആവും കേട്ടോ. ഇനിയിപ്പോൾ ലോസ് ആവുകയാണെങ്കിൽ ഈ ജേർണൽ എൻട്രി നേരെ തിരിച്ചു വരും. P&L അക്കൗണ്ട് ഇട്ടിട്ട് ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് വരും. സോ അപ് ടു ദ ഡേറ്റ് ഓഫ് ഡിഫോൾട്ട് നമുക്ക് യാതൊരുവിധ കാരണവശാലും ഏതിന് മാറ്റമേ ഇല്ല. നമ്മുടെ യാതൊരുവിധ ജേർണൽ എൻട്രിക്ക് മാറ്റമില്ല. ഇനി ഡിഫോൾട്ട് ഉണ്ടാവുന്ന സമയത്ത് ഹയർ പർച്ചേസറിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഹയർ പർച്ചേസർ വെണ്ടറിനെ ക്ലോസ് ചെയ്തു, ജേർണൽ എൻട്രി ഹയർ വെണ്ടർ അക്കൗണ്ട് ഇട്ടിട്ടോ അസറ്റ് അക്കൗണ്ട്. ഇനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ? മിക്കവാറും നഷ്ടത്തിലായിരിക്കും. സോ P&L അക്കൗണ്ട് ഇട്ടിട്ടു അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ നഷ്ടം കൂടെ നമ്മൾ എഴുതി, അസറ്റിന്റെ വാല്യൂനെ ഇല്ലാതെയാക്കി. ഇനി ഹയർ വെണ്ടർ എന്താ ചെയ്യണേ? എടുത്തുകൊണ്ട് വരുന്ന അസറ്റ് ഹയർ പർച്ചേസറിനെ ക്യാൻസൽ ചെയ്ത് പകരം ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലോട്ട് മാറ്റും. സോ ജേർണൽ എൻട്രി ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ഇട്ടിട്ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. അത് റിനോവേറ്റ് ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ ഏതെങ്കിലും തരത്തിലുള്ള അഡീഷണൽ പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ഇട്ടിട്ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ആൻഡ് അത് സെയിൽ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട്, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ഇട്ടിട്ട് P&L അക്കൗണ്ട്. നമുക്ക് ഉണ്ടാവുന്ന ലാഭം എത്രയാണോ അത് നമ്മൾ എഴുതി. മനസ്സിലായോ? ചെയ്ത കാര്യം മനസ്സിലായല്ലോ. നമുക്കൊരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. Okay, 1/1/2011, A purchased 5 machines from B. Payment was to be made 20% down and the balance for annual installment of 2,80,000, 2,60,000, 2,40,000 and 2,20,000 commencing from 31st December 2011. അതായത് 2011 ജനുവരി 1-നാണ് നമ്മൾ മിഷൻ വാങ്ങിക്കുന്നതിൻ്റെ 5 മിഷൻസ് ആണ് വാങ്ങിക്കണേ. 20% ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു. ബാലൻസ് ഇത്രയും ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കൊടുക്കണേ. ദ വെൻഡർ ചാർജ് ഇൻട്രസ്റ്റ് 10% per annum. ഓക്കെ, അതായത് എത്രയാണ് ഇൻട്രസ്റ്റ്? 10% നമ്മുടെ ഇൻട്രസ്റ്റ്. റൈറ്റ്സ് ഓഫ് ഡിപ്രീസിയേഷൻ അറ്റ് 20% per annum ഓൺ ദ ഒറിജിനൽ കോസ്റ്റ്. സോ ഹയർ പർച്ചേസർ എത്ര ശതമാനമാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണേ? 20% ആണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണേ. A's failures to pay the installment due on 31st December 2012. That means ഒരു ഇൻസ്റ്റാൾമെന്റ് മാത്രമേ പുള്ളിക്കാരനെ അടച്ചിട്ടുള്ളൂ, അല്ലേ? ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് നോക്കി വാങ്ങിക്കുന്നത് 1/1/2011. ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആവുന്നത് 2011 തൊട്ടാണ്. സോ 2012 ഇൻസ്റ്റാൾമെന്റ് പുള്ളിക്കാരനെ അടച്ചിട്ടില്ല. B repossessed all the mission on 1/1/2013. 1/1/2013. ദാറ്റ് മീൻസ് ആ ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആയതിനു ശേഷമാണ് പുള്ളിക്കാരൻ അത് എന്ത് ചെയ്യണേ? അത് എടുത്തുകൊണ്ട് പോകണേ. ആൻഡ് വാല്യൂഡ് ദം ഓൺ ദ ബേസിസ് ഓഫ് 40% per annum ഡിപ്രീസിയേഷൻ ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ ബേസിസ്. ഇനി ഹയർ വെണ്ടർ അത് എങ്ങനെ എടുത്തുകൊണ്ട് പോകണേ? ഏത് രീതിക്കാണ് അവർ ഹയർ വെണ്ടറിന്റെ പൈസ തീരുമാനിക്കുക? എങ്ങനെയാണ്? 40% ഡിപ്രീസിയേഷൻ ആണ്. ഏത് രീതിയിൽ? റിട്ടേൺ ഡൗൺ വാല്യൂ. മനസ്സിലായോ? അതായത് ഹയർ പർച്ചേസർ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് 20% per annum ആണ്. പക്ഷേ ഹയർ വെണ്ടർക്ക് അതിന് യാതൊരുവിധ താല്പര്യമില്ല. ഹയർ വെണ്ടർ പറയുന്നത് ഈ അസറ്റിന് ഇപ്പം ഇത്രയും വിലയില്ല. മനസ്സിലായി? ഈ അസറ്റിന് ഇപ്പം ഇത്രയും വിലയില്ല. അങ്ങേര് ചാർജ് ചെയ്തത് എത്ര ശതമാനം ഡിപ്രീസിയേഷൻ വെച്ചിട്ടാണ്? 40% ഡിപ്രീസിയേഷൻ വെച്ചിട്ടാണ്. ഇനി ബി എന്താ ചെയ്തേ? ബി ആഫ്റ്റർ ഇൻകറിംഗ് 6,000 ഓൺ റിപ്പയർസ് സോൾഡ് ദ എൻറ്റയർ മിഷൻ ഓൺ 2,66,000. അതായത് ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ടിനകത്തോട്ട് ഒരു 6,000 രൂപയും കൂടെ പുള്ളിക്കാരൻ റിപ്പയറിന് മാറ്റി. എന്നിട്ട് അത് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തു? 2,66,000 സെയിൽ ചെയ്തു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്നാണെന്നറിയാവോ? നമുക്ക് ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് തന്നിട്ടുണ്ടോ? ഇൻസ്റ്റാൾമെന്റ്സ് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഇൻട്രസ്റ്റിന്റെ റേറ്റും പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് പ്രൈസ് പറഞ്ഞിട്ടില്ല. സോ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ക്യാഷ് പ്രൈസ് തരാത്ത സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ആ രീതിക്ക് നമുക്ക് ഫസ്റ്റ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? ക്യാഷ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓർമ്മയുണ്ടോ പറഞ്ഞത്? ക്യാഷ് പ്രൈസ് തന്നിട്ടില്ല, ഇൻസ്റ്റാൾമെന്റും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ സെക്കൻഡ് മെത്തേഡ്, റിവേഴ്സ് കാൽക്കുലേഷൻ മെത്തേഡ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും.
സോ ഇൻസ്റ്റാൾമെന്റ് നമ്പർ 4 2,20,000 ആണ് അല്ലേ. സോ 2,20,000 ഡിവൈഡഡ് ബൈ എത്ര ശതമാനം ഇൻട്രസ്റ്റ്? 10% ആണ്. സോ ഡിവൈഡ് ബൈ 110 ഇൻറ്റു 100 ചെയ്യുന്ന നേരത്ത് 20,000 റുപ്പീസ് ഇൻട്രസ്റ്റും ബാലൻസ് 2 lakhും വരും. ആണോ? ഇനി നമ്മൾ എന്താ ചെയ്തത്? സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് 2,40,000 ആണ്. അതിന്റെ കൂടെ തേർഡിന്റെ ക്യാഷ് പ്രൈസും കൂടെ ആഡ് ചെയ്യണം. സോ 2,40,000 പ്ലസ് 2 lakh 4,40,000 വരും. ഡിവൈഡ് ബൈ 110 ഇൻറ്റു 10% ചെയ്യുമ്പോൾ 40,000 റുപ്പീസ് ഇൻട്രസ്റ്റും 4 lakh റുപ്പീസ് ഏതിലോട്ടും പോകും? ക്യാഷ് പ്രൈസിലോട്ടും പോകും. സോ സെക്കൻഡ് ഇയറിലെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 lakh ആയിരിക്കും. സെക്കൻഡ് ഇയറിലല്ലോ, തേർഡ് ഇയറിൽ. കാരണം തേർഡ് ഇയർ എൻഡിൽ 4 lakh ആണ്. സോ ഫോർത്ത് ഇയറിലാണ് 2 lakh പറഞ്ഞത്. സോ അഗൈൻ 2 lakh വരും. ഇനി ക്ലോസിംഗ് ബാലൻസ് എത്രയാ? 4 lakh. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് 2,60,000 പ്ലസ് 4 lakh ചെയ്യുമ്പോൾ 6,60,000 വരും. ഡിവൈഡ് ബൈ 110 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 60,000 വരും. 100 ചെയ്യുമ്പോൾ 6 lakh വരും. മനസ്സിലായോ? കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. ആ രീതിക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ ബാലൻസ്, ക്യാഷ് പ്രൈസിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 8 lakh റുപ്പീസ് വരും അല്ലെ. ക്യാഷ് പ്രൈസിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 8 lakh റുപ്പീസ് വരും. പ്രോബ്ലത്തിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് പ്രൈസിന്റെ 20% നമ്മൾ എന്തായിട്ട് കൊടുത്തിട്ടുണ്ട്? ക്യാഷ് പ്രൈസിന്റെ 20% നമ്മൾ എന്തായിട്ട് കൊടുത്തിട്ടുണ്ട്? ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഈ 8 lakh എന്ന് പറയുന്നത് ബാലൻസ് 80% ആയിരിക്കും. ആണല്ലോ. ക്യാഷ് പ്രൈസിന്റെ 20% ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുമില്ല. സോ ബാലൻസ് 80% ആണ് ഈ പറയുന്ന 8 lakh. സോ ഡിവൈഡഡ് ബൈ 0.80 ഇൻറ്റു 100 ചെയ്യുന്ന നേരത്ത് നമുക്ക് എത്ര വരും? ഓക്കെ, 100% കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. 8 lakh ഡിവൈഡ് ബൈ 0.80 ചെയ്യുന്ന നേരത്ത് ഇത് 100% ആണ്. ഇൻറ്റു 100 ചെയ്യരുത്. സോ 8 lakh ഡിവൈഡ് ബൈ 0.80 ചെയ്യുന്ന നേരത്ത് ക്യാഷ് പ്രൈസ് ആയിട്ട് നമുക്ക് എത്ര കിട്ടും? 10 lakh കിട്ടും. മനസ്സിലായോ? സോ റീപൊസിഷന് മുമ്പ് ആ വീഡിയോ നല്ലപോലെ കാണണം. എന്നിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ റീപൊസിഷൻ ചെയ്യാവൂ. ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഏത് അറിയില്ലായിരുന്നു? ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് അറിയില്ലായിരുന്നു. സോ ക്യാഷ് പ്രൈസ് കണ്ടുപിടിച്ചു. ഇനി ഹയർ പർച്ചേസറിന്റെ ബുക്സിലെ അക്കൗണ്ട് നമുക്ക് നോക്കാം. ഹയർ പർച്ചേസറിന്റെ നോക്കി, വാങ്ങിക്കുന്നത് 10 ലക്ഷത്തിനാണ്. ക്യാഷ് പ്രൈസ് 10 lakh കാണിച്ചിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാ? ദേ ഡിപ്രീസിയേഷൻ 2 lakh ആണ്. ആണോ? പ്രോബ്ലത്തിനകത്ത് ദേ ഡിപ്രീസിയേഷൻ അറ്റ് 20% per annum ഓൺ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ചാർജ് ചെയ്യുന്നത് അങ്ങനെയാ. സോ എയുടെ 10 lakhന്റെ 20% 8 lakh വരും. സോ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ബാലൻസ് 8 lakh വരും അല്ലേ? 8 lakh. സെക്കൻഡ് ഇയറിനകത്ത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. എത്ര വരും? 6 lakh വരും. അതായത് 2 lakh ഡിപ്രീസിയേഷൻ, ക്ലോസിംഗ് ബാലൻസ് 6 lakh വരും. സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ടാണ് ഇത് വെണ്ടർ എടുത്തുകൊണ്ട് പോണേ. സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ടാണ് അല്ലേ? സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ടാണ് വെണ്ടർ എടുത്തുകൊണ്ട് പോണേ. സോ ആഫ്റ്റർ സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ ഇതിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 6 lakh വരും. ഈ 6 lakh റുപ്പീസ് ബാലൻസ് ഉള്ളത് ബി എത്ര രൂപയ്ക്കാണ് എടുത്തുകൊണ്ട് പോണേന്ന് നോക്കണം. അതിന് ആരുടെ അക്കൗണ്ട് വരയ്ക്കണം? ബിയുടെ അക്കൗണ്ട് വരയ്ക്കണം. സോ താൽക്കാലികമായിട്ട് ഇവിടം വരെ എത്തിയിട്ട് അത് നമുക്ക് അവിടെ നിൽക്കാം. ചെയ്തോ? മനസ്സിലായല്ലോ? 10 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് കിട്ടി. 2 വർഷങ്ങളിൽ 2 ലക്ഷം രൂപ. 2 വർഷം നമ്മൾ യൂസ് ചെയ്തായിരുന്നു. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് കൊടുത്തിട്ടില്ല. ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആവുന്നത് സെക്കൻഡ് ഇയറിൽ എൻഡില്ല. സോ 2 വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്തു. 2 lakh 4 lakh വരും. സോ തേർഡ് ഇയറിലെ ഓപ്പണിംഗിൽ ഇതിന്റെ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6 lakh ആണ്. അത് അവിടെ നിൽക്കട്ടെ. ഇത് എഴുതണമെങ്കിൽ ആരുടെ അക്കൗണ്ട് വരച്ചേ പറ്റൂ? ബിയുടെ. അതായത് എത്ര രൂപയാണ് ഇനി കൊടുക്കാനുള്ളത്? ബി ആണ് ഹയർ വെണ്ടർ. ബിയുടെ അക്കൗണ്ട് വരച്ചേ പറ്റൂ. മനസ്സിലായി? സോ നോക്കി, മിസ്റ്ററി അക്കൗണ്ട് എന്ന് പറഞ്ഞ് 10 lakh റുപ്പീസ് ബിയുടെ കാണിക്കാം. അതിനകത്ത് 2 lakh റുപ്പീസ് ഡൗൺ പേയ്മെന്റ് കൊടുത്തു. മനസ്സിലായി? ഏത് എപ്പോ? 1/1/2011. ഇനി 31st ഡിസംബറിനകത്ത് ഇൻട്രസ്റ്റ് ഡ്യൂ ആവണം. ഇൻട്രസ്റ്റ് എത്രയാ? 80,000 ആണ് ഇൻട്രസ്റ്റ് ഡ്യൂ ആയിരിക്കണേ. എന്നിട്ട് ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു 2,80,000. ബാലൻസ് 6 lakh. ബാലൻസ് 6 lakh. ചെയ്ത കാര്യം മനസ്സിലായോ? നമ്മൾ ഹയർ പർച്ചേസറിന്റെ അക്കൗണ്ട് വരയ്ക്കാൻ പഠിച്ച ഓർമ്മയില്ലേ? സോറി, ഹയർ പർച്ചേസറിന്റെ ബുക്കിനകത്ത് ഹയർ വെണ്ടറിന്റെ അക്കൗണ്ട് വരയ്ക്കാൻ പഠിച്ച ഓർമ്മയില്ലേ? എങ്ങനെയാ? അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു, ഡൗൺ പേയ്മെന്റ് കൊടുത്തത് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു, ഓരോ ടേമിലും ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് എഴുതുന്നു, ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്നു. ബാലൻസ് 6 lakh കാണിക്കാം. ഇനി സെക്കൻഡ് ഇയറിൽ നോക്കിയേ, ബാലൻസ് 6 lakh ഉണ്ട്. സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റ് 60,000 ആണ് ഡ്യൂ ആയിരിക്കണേ. സോ 6,60,000 ആണ് ഇപ്പൊ കൊടുക്കാനുള്ളത്. നമ്മൾ കൊടുക്കുന്നുണ്ടോ?
കൊടുക്കുന്നുണ്ടോ? സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്നില്ല. അങ്ങനെയല്ലേ പറഞ്ഞേ? സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്നില്ല. പകരം നോക്കി 6,60,000 കൊടുക്കാനുണ്ട്. പകരം നമ്മൾ അവർക്ക് എന്താ കൊടുക്കണേ? മിഷനറിയാണ് കൊടുക്കണേ. എടുത്തുകൊണ്ട് പോകാൻ പറയുന്നത് മിഷനറിയാണ്. ചെയ്ത കാര്യം മനസ്സിലായോ? സോ ഇത് ആ ഫസ്റ്റ് ലെഡ്ജർ അക്കൗണ്ട് വരച്ച് സെക്കൻഡ് ലെഡ്ജർ അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യാതെ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നോക്കി, ഇവിടെ ബിയുടെ അക്കൗണ്ട് വരയ്ക്കുന്ന നേരത്ത് സെക്കൻഡ് ഇയറിൽ ബിക്ക് കൊടുക്കാനുള്ളത് 6,60,000. ബിക്ക് നമുക്ക് കൊടുക്കാനുള്ളത് 6,60,000. ഇവിടെ നോക്കി, അസറ്റിന്റെ വാല്യൂ എത്രയാണ് പറഞ്ഞേ? 6 ലക്ഷം രൂപയാണ് അസറ്റിന്റെ വാല്യൂ പറഞ്ഞേ. ആണോ? 6 ലക്ഷം രൂപയാണ് അസറ്റിന്റെ വാല്യൂ പറഞ്ഞേ. സോ ഇവിടെ എനെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ ഹയർ പർച്ചേസറിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഹയർ പർച്ചേസർക്ക് ലാഭമാണ്. കാരണം എന്താ? ഹയർ വെൻഡർക്ക് കൊടുക്കാനുള്ള 6,60,000. സോ നോക്കി, ഇവിടെ അസറ്റ് അക്കൗണ്ട് ക്യാൻസൽ ആയിപ്പോയി. അസറ്റ് അക്കൗണ്ട് എങ്ങനെ ക്യാൻസൽ ആവണേ? ബാലൻസ് 6 lakh ഉണ്ട്, ബിയുടെ അക്കൗണ്ട് ക്യാൻസൽ ചെയ്തു 6,60,000, ബാലൻസ് 60,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് വരും. ഏതിലോട്ട് മാറ്റി വെക്കാം? നമ്മുടെ P&L പ്രോഫിറ്റ് ആയിട്ട് ചാർജ് ചെയ്യും. സോ ചെയ്ത കാര്യം, ഹയർ പർച്ചേസറിന്റെ ബുക്സിനകത്ത് നമ്മൾ ചെയ്ത കാര്യം ഒരിക്കൽ കൂടെ പറയാം. ആദ്യം അസറ്റ് 1 ലക്ഷം രൂപയാ, 2 ടേമിലെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു 4 lakh വരും, ബാലൻസ് 6 lakh. ഇനി ഹയർ വെണ്ടറിന്റെ അക്കൗണ്ട് നോക്കണം. ഹയർ വെണ്ടറിന്റെ അക്കൗണ്ട് നോക്കുമ്പോൾ രണ്ടാമത്തെ വർഷം അവസാനം നമുക്ക് മനസ്സിലായി ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ട് 6,60,000 റുപ്പീസ് കൊടുക്കാനുണ്ട്. സോ 6 lakh അസറ്റ് ഒരു സൈഡ് കിടക്കുന്നുണ്ട്, ലൈബിലിറ്റി ആയിട്ട് 6,60,000 കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തു. 6 ലക്ഷം രൂപയുടെ അസറ്റ് കൊടുത്ത് 6,60,000 രൂപയുടെ ലൈബിലിറ്റി നമ്മൾ ക്യാൻസൽ ചെയ്തു, ക്ലോസ് ചെയ്തു. സോ 60,000 രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വരും. അതിനെ P&L ചാർജ് ചെയ്യും. മനസ്സിലായി? ഇനി അടുത്തത് വെണ്ടറിന്റെ വരയ്ക്കുന്ന നേരത്ത് നോക്കി, ഹയർ വെണ്ടർ HP സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 10 ലക്ഷം രൂപ കാണിച്ചു. 2 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് നമുക്ക് കിട്ടി അല്ലെ? ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് 80,000 ഡ്യൂ ചെയ്തു. ഇനി ബാങ്ക് അക്കൗണ്ടിനകത്ത് നമുക്ക് 2,80,000 കിട്ടി. 6 lakh ആദ്യത്തെ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് വരും. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ വർഷത്തെ നോക്കി, ഇതേപോലെ തന്നെ 6 lakh ആണ്, 60,000 റുപ്പീസ് ഇൻട്രസ്റ്റ് ഡ്യൂ ആയി. സോ ബാലൻസ് നമുക്ക് കിട്ടേണ്ടത് 6,60,000 ആണ്. ആണോ? ബാലൻസ് കിട്ടേണ്ടത് 6,60,000. ആ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. മനസ്സിലായോ? സോ ഇവിടെ നമ്മൾ ആരെ ക്യാൻസൽ ചെയ്തേ പറ്റൂ? ഈ പറയുന്നത് പോലെ എയുടെ ബുക്കിനെ ക്യാൻസൽ ചെയ്തേ പറ്റൂ. എയുടെ ബുക്കിനെ ക്യാൻസൽ ചെയ്യുന്ന നേരത്ത് നമ്മളോട് ഒരു കാര്യം കൂടെ എടുത്തു പറഞ്ഞായിരുന്നു. ഹയർ വെണ്ടർ എങ്ങനെയാണ് ഹയർ പർച്ചേസർക്ക് കൊടുത്തിരിക്കുന്ന അസറ്റിനെ വാല്യൂ ചെയ്യണേ? ഹയർ വെണ്ടർ എങ്ങനെ വാല്യൂ ചെയ്യണേ? ഹയർ വെണ്ടറിൻ്റെതായിട്ടുള്ള ഡിപ്രീസിയേഷൻ ആണ് ചാർജ് ചെയ്തിരിക്കുന്നത് അല്ലേ? നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കി, ഹയർ വെണ്ടർ on the basis of 40% of depreciation on written down value basis. അതായത് ഹയർ പർച്ചേസർ യൂസ് ചെയ്ത അസറ്റിന് ഹയർ വെണ്ടർ ചാർജ് ചെയ്തിരിക്കുന്നത് 40% ഡിപ്രീസിയേഷനാണ്. അവർ പറഞ്ഞ അതേ വാല്യൂനൊന്നും എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. മനസ്സിലായി? സോ അവിടെ എന്ത് ചെയ്യാം? നോക്കി, വാല്യൂ ചെയ്യുന്ന നേരത്ത് നമുക്ക് എത്ര വരും? 10 lakh ആണ് ഇതിന്റെ വാല്യൂ അല്ലെ? 40% ചെയ്യുമ്പോൾ 4 lakh റുപ്പീസ് ആദ്യത്തെ ടേമിൽ ഡിപ്രീസിയേഷൻ ആയിട്ട് വരും. സോ ബാലൻസ് 6 lakh റുപ്പീസ് വരും. ആണോ? രണ്ടാമത്തെ ടേമിൽ എഗെയിൻ 40% നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. 2,40,000 റുപ്പീസ് വരും. ചെയ്യുന്ന മനസ്സിലായോ? ഹയർ പർച്ചേസറായിട്ടുള്ള രീതിയിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തോട്ടെ, ആ രീതി ഒരിക്കലും ഹയർ വെണ്ടർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. 2 വർഷം കഴിയുമ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത അസറ്റിന്റെ 10 ലക്ഷം രൂപയാണ് ഇപ്പോഴും വാല്യൂ എന്ന് ഹയർ വെണ്ടർ സമ്മതിക്കൂല. മനസ്സിലായി? അങ്ങേര് 6,60,000 രൂപ നമുക്ക് തരാനുണ്ട്. അത് പറഞ്ഞിട്ട് ആ അസറ്റിന് 6,60,000 രൂപയുടെ വാല്യൂ കണക്കാക്കാൻ പറ്റുമോ? നിങ്ങൾ ചുമ്മാ ഒന്ന് കോമൺ സെൻസ് വെച്ചിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കി. ഹയർ പർച്ചേസർ 6,60,000 രൂപ തരാനുണ്ട്, പകരം ഹയർ പർച്ചേസർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അസറ്റാണ് നമ്മൾ എടുത്തുകൊണ്ട് പറഞ്ഞത്. ആ അസറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ 6,60,000 രൂപ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. സോ ആ അസറ്റിന് ഹയർ വെണ്ടറേതായിട്ടുള്ള ഒരു വാല്യൂ ഇടുമ്പോഴാണ് ഹയർ വെണ്ടർ പറയണേ ഓരോ വർഷവും 40%. അങ്ങനെ അത്രയും തല്ലിപ്പൊളിയായിട്ടാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഓരോ വർഷവും 40% നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് ചാർജ് ചെയ്തു. സോ എത്ര വരും? 2,40,000 വരും. അതായത് ആദ്യത്തെ വർഷം 4 lakh, രണ്ടാമത്തെ വർഷം 2,40,000 വരും. സോ 6 lakh ആണ് ഓപ്പണിംഗ് വാല്യൂ, മൈനസ് 2,40,000 ചെയ്യുന്ന നേരത്ത് നമ്മൾ ആ ഗുഡ്സിന് ഇടുന്ന വാല്യൂ എത്രയാണ്? 3,60,000. മനസ്സിലായി? ദാറ്റ് മീൻസ് ഇവിടെ ഹയർ വെണ്ടർ 6,60,000 രൂപ നമുക്ക് തരാനുണ്ട്, പകരം
ഗുഡ്സ് റീപോസിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ 3,60,000 നമ്മുടെ P&Lലോട്ട് 3 lakh rupees ലോസുമായിട്ട് കണക്കാക്കും. ആരുടെ? ഹയർ വെണ്ടറിന്റെ ബുക്കിനകത്ത് അത് ലോസ് ആയിട്ട് കയറി വരും. 6,60,000 രൂപ ആര് തരാനുണ്ടായിരുന്നു? ഹയർ പർച്ചേസർ തരാനുണ്ടായിരുന്നു. പകരമാണ് നമ്മൾ ആ അസറ്റ് എടുത്തുകൊണ്ട് വന്നേ. ആ അസറ്റിന് നമ്മളിട്ട വാല്യൂ 3,60,000 രൂപ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ 3 ലക്ഷം രൂപ ഈ കച്ചവടത്തിൽ നമ്മുടെ നഷ്ടമായിട്ട്. ഓക്കെ, നമുക്ക് ഏതിലോട്ട് മാറ്റി വയ്ക്കാം? P&Lലോട്ട് മാറ്റി വയ്ക്കാം. ഇനി എടുത്തുകൊണ്ട് വന്ന അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നോക്കി. ഏസ് അക്കൗണ്ട് 3,60,000 ആണ് അല്ലേ? അഡീഷണലി നമ്മൾ ഒരു 6,000 രൂപയും കൂടെ മുടക്കി. മനസ്സിലായി? അതായത് ഗുഡ്സ് റീപോസിറ്റ് അക്കൗണ്ടിനകത്ത് 3,60,000 കാണിച്ചു, അഡീഷണലി നമ്മൾ ഒരു 6,000 കൂടെ ചെയ്തു. അങ്ങനെ ടോട്ടൽ 3,66,000 വന്നു. ഇത് നമ്മൾ വീണ്ടും എത്ര രൂപയ്ക്കാണ് വിൽക്കണേ? 2,66,000 രൂപയ്ക്കാണ് വിൽക്കണേ. സോ ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് 2,66,000 കാണിക്കാം. സോ എഗെയിൻ ബാലൻസ് ഇവിടെ P&L അക്കൗണ്ടിലോട്ട് 1 ലക്ഷം രൂപയും കൂടെ ലോസ് വരും. ചെയ്ത് മനസ്സിലായോ? മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ ചെയ്ത കാര്യം എന്താ? ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ആലോചിക്കണം. ഹയർ പർച്ചേസർ അസറ്റിനെയും ഹയർ വെണ്ടറിനെയും കൂടെ ക്യാൻസൽ ചെയ്തു, ബാലൻസ് P&Lലോട്ട് കൊണ്ടുപോയി. ഹയർ വെണ്ടർ എടുത്തുകൊണ്ട് വന്നതിനെ ഹയർ വെണ്ടറിൻ്റെതായിട്ടുള്ള രീതിയിൽ വാല്യൂ ചെയ്യുന്നു, എന്നിട്ട് ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ടിലോട്ട് മാറ്റുന്നു. ഹയർ പർച്ചേസറിനെയും അങ്ങേരുടെ വാല്യൂവിൻ്റെയും ഡിഫറൻസിനെ P&Lലോട്ട് മാറ്റുന്നു. അഡീഷണലി പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ടിലോട്ട് തന്നെ ചാർജ് ചെയ്യുന്നു. അവിടുന്ന് വിൽക്കുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴി ആ എമൗണ്ട് എഴുതുന്നു, ബാലൻസ് വരുന്നതിനെ P&L അക്കൗണ്ടിലോട്ട് ചാർജ് ചെയ്യുന്നു. മനസ്സിലായി? മെറ്റീരിയലിനകത്തുള്ള പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അടുത്തത് പാർഷ്യൽ റീപോസിഷൻ ആണ്. നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് അത് എങ്ങനെയാണെന്ന് പഠിക്കാം. ബൈ.